നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അർബുദം സ്ഥിരീകരിക്കുന്ന രോഗികളിൽ രോഗവ്യാപന നിരക്ക് നിർണ്ണയിക്കുന്നതിനുള്ള പരിശോധന നിലച്ചു. വെങ്ങിടങ്ങിൽ തട്ടുകടകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കളിവിളയാട്ടം. തൃശൂരിൽ നിന്നും പഠനയാത്ര പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം. 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. വരവൂർ പുളിഞ്ചോട്ടിൽ അമിതഭാരവുമായി വരികയായിരുന്ന പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടു. വാർത്തകൾ വിശദമായി. കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ആഘോഷവും വിരമിക്കുന്ന അധ്യാപകൻ EG സജിമോന് യാത്രയയപ്പും നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷത വഹിച്ചു. നാടൻപാട്ട് കലാകാരൻ രാജേഷ് തമ്പുരു മുഖ്യാതിഥിയായി. വൈസ് പ്രിൻസിപ്പാൾ JS സദതിത്തുള്ള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് KK മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗം PT രാമചന്ദ്രൻ, സീനിയർ അധ്യാപിക KC ഗംഗ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ LP വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക ജ്യോതി ശ്രീദേവിയെ ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എനിക്ക് തോന്നുന്നു എല്ലാവരോടും നല്ല അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരു അധ്യാപകരാണ്. മിക്കവാറും ഈ സ്കൂളിൻ്റെ വിഷയങ്ങൾ സംബന്ധിച്ച് ഞങ്ങളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രിൻസിപ്പൽ ജനപ്രതിനിധി ഒന്നും തോന്നാറില്ല. അല്ലാതെ വളരെ അടുപ്പുള്ള രണ്ടുപേര് സംസാരിക്കുന്നത് പോലെ കാഷ്വൽ. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദൈവാലയത്തിൽ തിരുനാളിന്റെ ദീപാലങ്കാര സ്വിച്ച് കർമ്മം നടത്തി. ദീപാലങ്കാര സ്വിച്ച് കർമ്മം ജനുവരി 16 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പെരിഞ്ചേരി ഇടവകയിലെ നവവൈദികനായ ഫാദർ ജോബിൻ ഐനിക്കൽ നിർവഹിച്ചു. തുടർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും അരങ്ങേറി. തിരുനാൾ ദിനമായ ജനുവരി 18 ഞായറാഴ്ച രാവിലെ 6-നും 8:30-നും വിശുദ്ധ കുർബാന, രാവിലെ 10:30-ന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, വൈകിട്ട് 4-ന് വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോനോ വികാരി റവറൻ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ സുനിൽ കുറ്റിക്കാടൻ, മാത്യു ഇരിമ്പൻ, ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി, തിരുനാൾ ജനറൽ കൺവീനർ ബാബു ജോർജ് വടക്കൻ, ലൈറ്റ് ആൻഡ് ഇലുമിനേഷൻ കൺവീനർ തങ്കച്ചൻ കുറ്റിക്കാടൻ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈ ദിവസങ്ങളിൽ വർണ്ണപ്രഭയാൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതവും ക്രിസ്തുവിൽ പ്രകാശപൂരിതമാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് കൃപ നമുക്ക് ദൈവത്തോട് യാചിക്കുകയും ചെയ്യാം. അന്തിക്കാട് ഹൈസ്കൂളിന്റെ നീഹാരം എന്ന നാമധേയത്തിൽ 76-ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും രക്ഷാകർതൃ പൊതുയോഗവും ആഘോഷിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ഫോട്ടോ അനാച്ഛാദനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. ജില്ലാതല കലാപ്രതിഭകൾക്കുള്ള അവാർഡ് വിതരണം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വാസന്തൻ നിർവഹിച്ചു. ജില്ലാ കായിക പ്രതിഭകൾക്കുള്ള അവാർഡ് വിതരണം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ നിർവഹിച്ചു. തൃശൂർ വെസ്റ്റ് AEO ബിന്ദു PK, സീരിയൽ സിനി ആർട്ടിസ്റ്റ് ബിജേഷ് അവണൂർ, വാർഡ് മെമ്പർമാരായ രാധാചന്ദ്രൻ, ശാലിനി സന്ദീപ്, പ്രധാന അധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, PTA പ്രസിഡന്റ് സജീഷ് മാധവൻ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ ഹെഡ്മിസ്ട്രസ് VR ഷില്ലി ടീച്ചർ, സാജി ടീച്ചർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് വിനോദ് മാസ്റ്റർ സ്വാഗതവും SRG കൺവീനർ NR പ്രജി ടീച്ചർ നന്ദിയും പറഞ്ഞു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 മത്സരാർത്ഥിയായ ശ്രീയ ശ്രീകാന്തിന്റെ ഗാനാലാപനത്തോടുകൂടി കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സ്വാന്തന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കു കൈത്താങ്ങായി ഉണ്ണിപ്പീടികയും ഉണ്ടായിരുന്നു. കലാപരിപാടികൾക്കു ശേഷം ജനറൽ കൺവീനർ MR രജിത ടീച്ചർ നന്ദിയും പറഞ്ഞു. അവിടെ വെക്കേണ്ടത് വന്നു ഓൺലൈൻ മീറ്റിംഗ് ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ തന്നെ എൻ്റെ PA എന്ന് പറയേണ്ടായി. നമ്മുടെ മന്ത്രി വരാൻ വൈകും. അതുമാത്രമല്ല, നമ്മുടെ അടുത്ത നിയമസഭ 20-ാം തീയതി സഭ ചേരാൻ പോകുകയാണ്. അപ്പൊ അടിയന്തര പ്രധാനമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മന്ത്രിയും ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് തൃപ്പയാറിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു.
തൃപ്രയാർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും ഡ്രൈവിംഗ് സ്കൂൾ ഏകോപന സമിതിയും IMA തൃശൂരും സൈമൺ കണ്ണാശുപത്രിയും കീഴുപുള്ളിക്കര ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി കീഴുപുള്ളിക്കര ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സന്ദീപ് KP അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി, താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സുനി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജോ പുലിക്കോട്ടിൽ, 10ാം വാർഡ് മെമ്പർ സജിത സുനിൽ, ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം അബ്ദുൾ റഹ്മാൻ, ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ER സതീഷ്, യൂണിയൻ മേഖലാ സെക്രട്ടറി ഗിനൂഷ്, ജിത്ത് സിറ്റി സമിതി അംഗം സുമനൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ നിശാന്ത് TG നന്ദി പറഞ്ഞു. കേൾക്കുക മാത്രമല്ല, ഇത് മനുഷ്യരിൽ നിന്ന് എടുത്ത് കണ്ണില്ലാത്തവർക്ക് കൊടുക്കുന്ന ചില പ്രവർത്തനങ്ങളും പല മേഖലയിൽ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഹോസ്പിറ്റല് നമ്മുടെ സ്വകാര്യ വ്യക്തി നടത്തുന്ന ഹോസ്പിറ്റലാണ്, പോരാ, നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെടുന്ന ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറണം. ഞാൻ ഇതിനു മുമ്പ് വാർഡ് മെമ്പറായി പ്രവർത്തിക്കുന്ന സമയത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം 3ാം ദിവസം പിന്നിട്ടതോടെ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം തുടരുന്നു. നാടൻപാട്ടും ചാക്യാർകൂത്തും കേരള നടനവും മോണോ ആക്ടും തിരുവാതിരക്കളിയും കലാസ്വാദകർക്ക് മിഴിവേകി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുപ്പിക്കഴുത്ത് പൊളിച്ചു തുടങ്ങി. മുണ്ടൂർ മുതൽ കുറ്റിയക്കര വരെയുള്ള 1.8 കിലോമീറ്റർ സ്ഥലം ഏറ്റെടുത്താണ് കുപ്പിക്കഴുത്തിന് പരിഹാരം കാണുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് 25.57 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. ഭൂമിയുടെ മുഴുവൻ രേഖകളും ഹാജരാക്കി ആദ്യഘട്ട അവാർഡ് അനുവദിച്ച ഗുണഭോക്താക്കളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് MLA സേവ്യർ ചിറ്റിലപ്പള്ളി, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എഞ്ചിനീയർ AK നവീൻ എന്നിവരുടെ നേതൃത്വത്തിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി തുടങ്ങിയത്. ശേഷിക്കുന്ന ഗുണഭോക്താക്കളിൽ നിന്നും രേഖകൾ ശേഖരിച്ച് അവാർഡ് അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് MLA അറിയിച്ചു. ചാലക്കുടി നഗരത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം. സൗത്ത് ജംഗ്ഷനിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ 4 പേരെയാണ് തെരുവുനായ കടിച്ചത്. നഗരസഭ വരണാധികാരികളുടെ അലംഭാവത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി ധർണ ഉദ്ഘാടനം ചെയ്തു. ഏതാനും ദിവസം മുമ്പ് 5 പേരെ കടിച്ച തെരുവുനായയാണ് വീണ്ടും അക്രമകാരിയായത്. പാലക്കാട് നിന്നും നഗരസഭ ഏർപ്പെടുത്തിയ ഡോഗ് സ്ക്വാഡ് 2 ദിവസം പരിശ്രമിച്ചിട്ടും അക്രമകാരിയായ നായയെ പിടികൂടാനായില്ല. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 18 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. കൊടുങ്ങല്ലൂരിലെ മേത്തല എടമുക്കിൽ തെരുവുനായ 2 വയസ്സുകാരനെ കടിച്ചു പരിക്കേൽപ്പിച്ചു. എടമുക്ക് ജുമാ മസ്ജിദിന് സമീപം മതിലകത്ത് വീട്ടിൽ സിയാദിന്റെ മകൻ ആലിമിനാണ് നായയുടെ കടിയേറ്റത്. വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം. മുഖത്ത് കടിയേറ്റ കുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. പാലപ്പള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി ഭീതി പരത്തി. പാടിയിലെ വാഴകൃഷിയും സർവീസ് വയറുകളും നശിപ്പിച്ച ആനകൾ 2 മണിക്കൂറിലേറെയാണ് പ്രദേശത്ത് ഭീതി പരത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെ തോട്ടത്തിലൂടെ എത്തിയ ആനക്കൂട്ടം പാടിക്കു മുമ്പിലെ റോഡിൽ നിലയുറപ്പിക്കുകയായിരുന്നു. വാഴകൃഷി നശിപ്പിച്ച ശേഷം പാടിയുടെ ഷീറ്റ് മറിച്ചിടാൻ ശ്രമിച്ചു. വീട്ടുകാർ പാട്ടകൊട്ടി ശബ്ദം വെച്ചതോടെയാണ് വീണ്ടും ആനകൾ റോഡിലേക്ക് ഇറങ്ങിയത്. പഴക്കം ചെന്ന പാടികളിൽ കുട്ടികളടക്കമുള്ളവർ മണിക്കൂറുകളോളമാണ് ഭീതിയിൽ കഴിഞ്ഞത്. പിന്നീട് വനപാലകരെത്തിയാണ് ആനകളെ കാട്ടിലേക്ക് ഓടിച്ചുവിട്ടത്. സംസ്ഥാന വ്യാപകമായി KSEB ഓഫീസുകളിൽ നടക്കുന്ന മിന്നൽ പരിശോധനയുടെ ഭാഗമായി കുന്നംകുളം കാണിപ്പയ്യൂർ വൈദ്യുതി സബ്സ്റ്റേഷനിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. തൃശൂർ വിജിലൻസ് ഓഫീസർ ഉമറുൽ ഫാറൂഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്തെ വിവിധ KSEB ഓഫീസുകളിലും സബ്സ്റ്റേഷനുകളിലും വ്യാപകമായി ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അർബുദം സ്ഥിരീകരിക്കുന്ന രോഗികളിൽ രോഗവ്യാപന നിരക്ക് നിർണ്ണയിക്കുന്നതിനുള്ള പരിശോധന നിലച്ചു. രോഗം സ്ഥിരീകരിച്ച ശേഷം ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണെന്നറിയുന്നതിനുള്ള IHSE പരിശോധനയാണ് നിലച്ചത്. പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന റിയാജന്റ് കിറ്റുകൾ തീർന്നതാണ് പരിശോധന നിലയ്ക്കാൻ കാരണം. സെൻട്രൽ ലാബിൽ സ്റ്റോക്ക് കഴിഞ്ഞ വിവരം യഥാസമയം അറിയിച്ചിട്ടും ആശുപത്രി വികസന സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ ബോധപൂർവമായ വീഴ്ചയാണ് ദിനംപ്രതി 3 ജില്ലകളിൽ നിന്നെത്തുന്ന രോഗികളെ ദുരിതത്തിലാഴ്ത്തിയത്. മെഡിക്കൽ കോളേജിൽ സൗജന്യമായി നൽകുന്ന ചികിത്സ 10,000 രൂപ കൊടുത്ത് സ്വകാര്യ ആശുപത്രികളിൽ പാവപ്പെട്ട രോഗികൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു. വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കും ആശുപത്രി വികസന സമിതി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്കും രാജേന്ദ്രൻ പരാതി അയച്ചു. തൃശൂർ ശക്തൻ നഗറിലെ സ്വകാര്യ ബാങ്കിന്റെ ചവിട്ടുപടി ഇറങ്ങുന്നതിനിടെ കുഴഞ്ഞുവീണ വയോധികയെ CPR നൽകി രക്ഷപ്പെടുത്തിയ നഴ്സിന് ആദരവ് നൽകി.
കഴിഞ്ഞ 12-നാണ് വെളുത്തൂർ പ്ലാക്കൽ വീട്ടിൽ ഫിലോമിന ബാങ്കിൽ നിന്നും ഇറങ്ങി വരുന്നതിനിടെ കുഴഞ്ഞു വീണത്. ഈ സമയം ഡ്യൂട്ടിയിലേക്ക് പോവുകയായിരുന്ന പുല്ലൂർ സ്വദേശിനി ദിവ്യ ശിവരാമൻ ഫിലോമിനയ്ക്ക് CPR നൽകി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തൃശൂർ സൺ മെഡിക്കൽ ഹോസ്പിറ്റലിലെ നഴ്സാണ് ദിവ്യ. ദിവ്യയെ ആശുപത്രി അധികൃതർ ആദരിച്ചു. വരവൂർ പുളിഞ്ചോട്ടിൽ അമിതഭാരവുമായി വരികയായിരുന്ന പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടു. മരത്തടികളുമായി കയറ്റി വരികയായിരുന്ന പിക്കപ്പിന്റെ മുൻവശം അമിതഭാരം മൂലം പൊന്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഹിറ്റാച്ചിയും മിനി ലോറിയും ഉപയോഗിച്ച് നടത്തിയ പരിശ്രമത്തിനൊടുവിൽ വാഹനം റോഡിൽ നിന്ന് നീക്കം ചെയ്തു. വെങ്ങിടങ്ങിൽ തട്ടുകടകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കളിവിളയാട്ടം. കണ്ണോത്തുപാടത്ത് കച്ചവടം നടത്തുന്ന കണ്ണോത്ത് സ്വദേശികളായ പാരിസ്, ബഷീർ, ബക്കർ, മുഹമ്മദ് അലി എന്നിവരുടെ കടകളിലാണ് സാമൂഹ്യ വിരുദ്ധർ നാശനഷ്ടം വരുത്തിയത്. കടയിലുണ്ടായിരുന്ന സോഡാ കുപ്പികൾ റോഡിലേക്ക് വലിച്ചെറിയുകയും വാട്ടർ ടാങ്ക്, മറ്റു സാധനങ്ങൾ നശിപ്പിച്ച നിലയിലുമാണ്. കടയുടമകൾ പാവർട്ടി പോലീസിൽ പരാതി നൽകി. കലയുടെ സ്പർശത്തിൽ ആശ്വാസം. കൊടുങ്ങല്ലൂരിൽ നിന്ന് കലോത്സവത്തിലേക്ക് എത്തിയ സന്തോഷ നിമിഷങ്ങൾ. ഹയർ സെക്കൻഡറി NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ BRCയുടെ കീഴിലുള്ള ഓട്ടിസം സെന്ററിലെ 25ഓളം കുട്ടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിലെത്തി. സംഗീതവും നൃത്തവും കലയും ഒന്നായി ചേരുന്ന ആ വേദി അവർക്ക് വെറും കാഴ്ചയല്ല, അത് ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവമായി മാറി. വേദികളിൽ മുഴങ്ങുന്ന താളങ്ങളും നിറങ്ങളും ചിരികളും കുട്ടികളുടെ മുഖത്ത് അതുല്യമായ സന്തോഷമായി തെളിഞ്ഞു. ഗുജറാത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷിക്കാർക്കായുള്ള നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ SSK തൃശൂരിനെ പ്രതിനിധീകരിച്ച് ക്ലബ് ത്രോ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ കൊടുങ്ങല്ലൂർ BRC PB AMGHSS വിദ്യാർത്ഥി മുഹമ്മദ് അസ്താഫും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കലോത്സവ നഗരിയിൽ ഇവരുടെ സാന്നിധ്യം മത്സരങ്ങളുടെ തിരക്കുകൾക്കിടയിൽ ഒരു വേറിട്ട അനുഭവം പകർന്നു. കലാവേദികളിൽ വെറും മത്സരമല്ല, മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഭാഷയാണെന്ന് ഓർമ്മിപ്പിച്ചു ഈ സന്ദർശനം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൂടി കലോത്സവ വേദിയിൽ അവർക്കൊപ്പം കൂടിയപ്പോൾ ആ നിമിഷങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ സന്തോഷം ഇരട്ടിയായി. ഹയർ സെക്കൻഡറി NSS വിഭാഗം ജില്ലാ കോർഡിനേറ്റർ പ്രതീഷ് MV, ക്ലസ്റ്റർ കൺവീനർമാരായ തോമസ് AA, രേഖ ER, ശാലിനി R, BRCയിലെയും ഓട്ടിസം സെന്ററിലെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, രക്ഷിതാക്കൾ എന്നിവർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. തൃശൂരിൽ നിന്നും പഠനയാത്ര പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം. 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കല്ലമ്പലത്തെ വിനോദയാത്രയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 കോളേജ് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. തൃശൂർ കൊടകര സഹൃദയ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 42 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് വെട്ടിപ്പൊളിച്ച മണ്ണ് നീക്കം ചെയ്തില്ല. ടിപ്പു സുൽത്താൻ റോഡിൽ അപകടയാത്ര. റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചിട്ടും ശരിയായി മൂടാത്തതിനാൽ കുന്നുകൂടിയ മണൽ റോഡിൽ ചിതറിക്കിടക്കുന്നതിനാൽ ബൈക്കും സൈക്കിളും തെന്നിവീണ് അപകടങ്ങൾ പതിവാകുന്നു. വാടാനപ്പള്ളി മുതൽ നാട്ടിക വരെയുള്ള കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിലാണ് യാത്രക്കാർക്ക് ദുരിതയാത്ര. പൈപ്പ് സ്ഥാപിക്കാൻ 2 മാസം മുമ്പാണ് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് വെട്ടിപ്പൊളിക്കൽ ആരംഭിച്ചത്. എന്നാൽ പൈപ്പ് സ്ഥാപിക്കൽ പൂർത്തിയായിട്ടും ബന്ധപ്പെട്ടവർ കുഴി ശരിയായി നികത്തിയില്ല. മണൽ റോഡിൽ കുന്നുകൂട്ടിയിട്ടാണ് അധികൃതർ സ്ഥലം വിട്ടത്. മണ്ണ് റോഡിൽ പരന്നുകിടക്കുകയാണ്. ഇരുചക്രവാഹനക്കാർ തെന്നി വീണ് അപകടത്തിൽ പെടുന്നത് പതിവായി. പ്രദേശത്തെ സ്കൂൾ കുട്ടികൾ സൈക്കിളിൽ നിന്ന് വീഴുന്നതും പതിവായി. തൃശൂർ സംസ്ഥാന പാതയിലെ ആൽമാവ് സെന്ററിലും അപകട പരമ്പരയാണ്. അപകടങ്ങൾ വർദ്ധിച്ചിട്ടും മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡിലെ മണൽ നീക്കം ചെയ്യാനോ ടാറിംഗ് ചെയ്യാനോ ബന്ധപ്പെട്ടവർ നടപടി കൈക്കൊള്ളാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. കൈപ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. കാരൂർ പള്ളി വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി കൊടിയേറ്റ് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജിജയ് ചക്കിയേത്ത്, ജനറൽ കൺവീനർമാരായ ബോബി മാളിയേക്കൽ, ഐവിൻ പുളിക്കൽ, കൈക്കാരന്മാരായ ജിബിൻ പുളിക്കൽ, സിബിൻ ഇലഞ്ഞിക്കൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ദീപാലങ്കാര സ്വിച്ച് കർമ്മവും ലൈറ്റ് ആൻഡ് ഷോയും അരങ്ങേറി. ശനിയാഴ്ച രാത്രി അമ്പെഴുന്നള്ളിപ്പ് പള്ളിയിൽ എത്തിച്ചേരും. തിരുനാൾ ദിനമായ 10 രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ബിനോയ് തെറ്റയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ആന്റണി പുളിക്കൽ സന്ദേശം നൽകും. ഫാദർ അലൻ തെക്കുംപുറം സഹകാർമ്മികനാവും. തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടാകും. കാഞ്ഞിരച്ചൂട് മകരത്തിങ്കൾ മഹോത്സവം ജനുവരി 19. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെരിങ്ങോട്ടുകര കാഞ്ഞിരച്ചൂട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മകര തിങ്കൾ മഹോത്സവം ഈ മാസം 19 ആഘോഷിക്കുമെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ കൊട്ടാരത്തിൽ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വടക്കുംതുള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി 18 വൈകിട്ട് 5 മുതൽ രാത്രി 10 വരെ വിവിധ കലാപരിപാടികൾ നടത്തും. ഉത്സവ ദിവസം പുലർച്ചെ 5 ഗണപതി ഹോമം ഉണ്ടാകും. വൈകിട്ട് വിവിധ കലാരൂപങ്ങളോടെ പൂരം വരവുണ്ടാകും. 6:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 1ാം നിരയിലുള്ള തലയെടുപ്പുള്ള 7 ആനകൾ അണിനിരക്കും.
ചെമ്മാപ്പള്ളി വടക്കുമുറി മധ്യ കമ്മിറ്റിയുടെ ചെറുപ്പുള്ളിശ്ശേരി രാജശേഖരൻ എന്ന ആന തിടമ്പേറ്റു. രാത്രി 9 വരെ പൂരം എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് വർണ്ണമഴയും ശാസ്താംപാട്ടും നടക്കും. പുലർച്ചെ 4-നും കൂട്ടി എഴുന്നള്ളിപ്പുണ്ടാകും. കലാപരിപാടികൾ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ രക്ഷാധികാരി മോഹൻ പൂക്കാട്ട്, കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബുരാജ് പൂക്കാട്ട്, എക്സിക്യൂട്ടീവ് അംഗം അനിൽകുമാർ പുതുവീട്ടിൽ എന്നിവരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അർബുദം സ്ഥിരീകരിക്കുന്ന രോഗികളിൽ രോഗവ്യാപന നിരക്ക് നിർണ്ണയിക്കുന്നതിനുള്ള പരിശോധന നിലച്ചു. വെങ്ങിടങ്ങിൽ തട്ടുകടകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കളിവിളയാട്ടം. തൃശൂരിൽ നിന്നും പഠനയാത്ര പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം. 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. വരവൂർ പുളിഞ്ചോട്ടിൽ അമിതഭാരവുമായി വരികയായിരുന്ന പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.